നമസ്കാരം. നമ്മൾ പല സ്ഥലത്തും ആനയൂട്ട് കണ്ടിട്ടുണ്ടാവും. ഈ കർക്കിടക മാസം ആകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിലും മറ്റു ചില അമ്പലങ്ങളിലൊക്കെ ആനയൂട്ട് നടക്കും. എന്നാൽ ഇതേ സമയത്ത് ഇതേ കർക്കിടക മാസത്തിൽ മഴക്കാലത്ത് മീനൂട്ട് നടക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ കടുവേലിപ്പാടത്ത് ഒരു മീനൂട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും അപ്പൂസും കാണാൻ വന്നതാണ്. അപ്പൂസിൻ്റെ കൂടെ. നമസ്കാരം. പ്രധാന മീനൂട്ട് നടത്തുന്ന വ്യക്തിയുമായി നമ്മളിപ്പോൾ കണ്ടുമുട്ടാൻ പോവാണ്. അദ്ദേഹം നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും. ഇതാണ് മീനൂട്ട് നടത്തുന്ന ആള്. കഴിഞ്ഞ എത്ര മണിക്കൂറായി നിങ്ങൾ ഈ മീനൂട്ട് നടത്തുന്നു? അരമണിക്കൂറായിട്ട് മീനൂട്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് മീനൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇങ്ങനെ ഒരാളെ ഈ പാടത്ത് ഇങ്ങനെ നിൽക്കണ കണ്ടിരുന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പല പല കഥകളും പറഞ്ഞുണ്ടാക്കി. ആക്ച്വലി നാട്ടിലൊരു ന്യൂസ് അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്, ഒരാൾ ഒറ്റയ്ക്ക് ഒരു വെള്ളം കൊണ്ടെടുത്ത് പാടത്ത് നിൽക്കാണെന്നുള്ളത്. ഈ ആളെ കാണുന്നില്ല എന്നും പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് കേസിന് പോയിട്ടുണ്ടെന്നാണ് കേൾക്കണത്. ആക്ച്വലി ഇയാളെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്നാണ് കേൾക്കണത്. ഇനി വിശദമായ വിവരങ്ങൾ പ്രധാന കൊണേടി വിദഗ്ധനായ അപ്പു പറയും. നമസ്കാരം. ഞങ്ങളപ്പോൾ ഒന്ന് മീനിട്ട് പാടത്തേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ വെറുതെ വന്നു വിട്ടതല്ല. ഇവിടെ എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ ജോഫിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സുഹൃത്തും വഴികാട്ടിയാണല്ലോ ആളെവിടെ ഉണ്ടാകുന്ന നമുക്കറിയാലോ. അപ്പോൾ വെറുതെ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളിവിടെ മീനൂട്ട് നടത്താണ് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട്. ആൾ പറയണത് ഞാൻ വന്നിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ, എനിക്ക് 5 കിലോപ്പിനെ കിട്ടിയെന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ. അത് വെറുതെ ചാടി മുകളിലേക്ക് കയറിയതാണ് സാധ്യതയുള്ളൂ. മച്ചാനമാരെ ഒരു കറുപ്പിനെ ഒരു കറുപ്പിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഹുൽ, ബ്ലോഗർ രാഹുൽ നമ്മളത് കാണിച്ചിരുന്നതാണ്. അതിവിദഗ്ധമായി പെട്ടക്കണ കറുപ്പ്, പെട്ടക്കണ സാധനം. ഗൈസ്, ഇവിടത്തെ മീനൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാലിലേക്ക് പോവാണ് മീനൂട്ടിന്. ഈ ചാലിലെ മീനൂട്ട് കഴിഞ്ഞു, ഇവിടുത്തെ മീനുകളൊക്കെ വയറ് നിറഞ്ഞു എന്നാണ് ജോഫിൻ സാർ പറയണത്. അത് നമ്മൾ അടുത്ത ചാലിലെത്തി. ഇത്രയും ഒരു മൃഗസ്നേഹിയായ ഒരു വ്യക്തി അല്ലേ? അത് ആനസ്നേഹിയും മീൻ സ്നേഹിയുമായ ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല ഗൈസ്. കഴിഞ്ഞ മഴക്കാലത്ത് അതിന്റെ മുന്നത്തെ മഴക്കാലത്തൊക്കെ ഇവിടെ നല്ലോണം മീനുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു മീൻ വളർത്തുന്ന കുളമുണ്ട്. വെള്ളം നിറയുമ്പോ ആ മീനെല്ലാം ഈ പാടത്തേക്ക് കയറും. പക്ഷെ ആക്ച്വലി ഞങ്ങളുടെ പാടത്ത് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള മീൻ സക്കറാണ് ഗൈസ്. ഇഷ്ടംപോലെ സക്കറ് മറ്റേ നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പാടത്തു നിന്ന് ഇറക്കുന്നുണ്ട്. ആര് ചൂണ്ടിട്ട് പിടിച്ചാലും ഇതിനെ തിരിച്ച് പാടത്തേക്ക് തന്നെ ഇടും. 2 കിലോയുള്ള സക്കർ വരെ ഈ തോട്ടിൽ കിട്ടിയവരെന്നാണ് ചരിത്രം. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം പുഴയിൽ നിന്ന് മറ്റേ ഫൈറ്റർ ഫിഷിനെ കിട്ടും. അതിങ്ങനെ ഒഴുക്കിലൊന്നും നീന്തൂല, ഈ കരയ്ക്ക് വന്ന ആ സാധനം വന്നിങ്ങനെ നിൽക്കും. ഞാൻ ഒരെണ്ണത്തിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈറ്റർ ഫിഷ് മാത്രമല്ല, ടൈഗർ ഫിഷും ഇഷ്ടം പോലെ നമ്മുടെ പാടത്തും കനാലുകളിലും തോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ടൈഗർ ഫിഷ് ഒക്കെ ഓൾറെഡി പുഴയിലുള്ളതല്ലേ? അത് അക്വേറിയം മീനല്ലേ? ആണോ ഗൈസ്? ടൈഗർ ഫിഷ് പുഴയിലുള്ളതാണോ? എനിക്കറിയില്ല, ഞാൻ മറ്റേ തോട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ജോഫിൻ സാറിന്റെ മീനൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരം മീനാണ് പിടിച്ചേരണേ! ഓരോ 5 മിനിറ്റിന് 2 മീനെ പിടിച്ച് പിടിക്കുന്ന പുള്ളി 12 മീനെ പൂച്ചയ്ക്ക് കൊടുത്തത്. 12 മീനൊക്കെ പൂച്ചയ്ക്ക് കൊടുത്ത ഏതൊരു കഥയൊക്കെ അപ്പൂസ് പറയുന്നുണ്ട്. സത്യമാണോ എന്നുള്ളതൊക്കെ. സീരിയസ്ലി വീടിന്റെ അടുത്ത് ഒരു ചോര ചെങ്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിക്കാൻ വേണ്ടി ചെങ്കാറോടെ പോയി കഴിഞ്ഞപ്പോ വെള്ളം മൊത്തം കലയും കിടക്കുക. അപ്പൊ കുറച്ചു നേരം കരയിൽ നിന്ന് കുളിക്കാൻ വന്നാണല്ലോ. അപ്പൊ കുറച്ചു നേരം കരയിൽ നിന്ന് കാഴ്ചയാണെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചേട്ടനും ഒരു പയ്യനും മീൻ പിടിക്കാനോട് വന്നേക്കാം. ഫുൾ പിടിക്കണത് എന്ത് ജോഫിന്റെ മറ്റേ ചെറിയ പള്ളത്തിലടാ, കുറുവാപ്പരല്. ഫുൾ കുറുവാപ്പരലിനെ പിടിക്കണത്. പുള്ളി ചൂണ്ടിടും പൊക്കും, ഇടും പൊക്കും, ഇടും പൊക്കും. അങ്ങനെ മഴ പെയ്ത സമയത്താണോ? ഈ കഴിഞ്ഞ ആഴ്ച. അങ്ങനെ പുള്ളി ഒരു 5 മിനിറ്റിൽ 3 മീൻ വെച്ച് പിടിക്കണ്ടാവും. അവസാനം ഇട്ട് പുള്ളി കൊണ്ടുവന്ന കുപ്പി നിറഞ്ഞു. പിന്നെ പിടിക്കണ മീൻ മൊത്തം പുള്ളി പൂച്ചയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 12 മീൻ ആ പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പൂച്ചയ്ക്ക് 12 മീൻ കൊടുത്തു. ലാസ്റ്റ് അവിടെ നിന്ന് മീനെ പിടിക്കണ കണ്ട് ഞാൻ തിരിച്ചു പോകാൻ അത്രയും സമയം പുള്ളി ഒരു 10 മീൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 10 മീൻ പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പുള്ളി വന്നിട്ടില്ല അവിടെ നിന്ന്. പൂച്ച മിക്കവാറും 15 മീനെങ്കിലും. പൂച്ചയ്ക്കുണ്ടായ ഒരു ഭാഗ്യം പോലും നമ്മുടെ ജോഫിൻ സാറിന് ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ സാറിന് മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും ആ ഭാഗ്യമില്ല. നമ്മൾ മറ്റേ അമോണിയ ഇട്ട മീനാണോ തിന്നത്. നമ്മുടെ ജോഫിൻ സാറ് പറയണത് മീനൂട്ട് ഇനിയും നീളുന്നതാണ്. അപ്പൊ ഞങ്ങൾ പതുക്കെ പടിയാവാണ്. ഇവന്റെ വീട്ടിൽ ചെന്ന ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യണം. ജോഫിൻ എങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ കടുവേലിപ്പാടത്തുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ഓക്കെ, ബൈ.